ജീവിതമിന്നും ശരിയായിട്ടില്ലയോ, ജീവിപ്പിക്കും കർത്തനെ വന്നു. ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ വന്നു. ജീവനും ശക്തിയും സ്നേഹവും തന്നെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. വന്ദനായ കോറെപ്പിസ്കോപ്പാച്ചൻ, ഇടവകയുടെ ആദരണീയനും വ്യക്തിപരമായി എനിക്കേറെ പ്രിയമുള്ളതുമായ ആൻഡ്രൂസ് അച്ഛൻ, പ്രിയപ്പെട്ട കുര്യാക്കോസ് ബേബി അച്ഛൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, 2026 വർഷത്തിലെ ആദ്യത്തെ ദിനങ്ങളിലൊന്നായ ഈ വർഷത്തിലെ ആദ്യ വെള്ളിയാഴ്ച ഈ പരിശുദ്ധമായ ദേവാലയത്തിലേക്ക് ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ കൂടി വരാൻ നമ്മെ ഇടയാക്കിയ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ആയുസ്സിൻ്റെ രേഖയിൽ അല്പം കൂടി നീളുവാൻ ദൈവം അനുവദിച്ചതിൻ്റെ ഒരടയാളമാണ് ഒരു പുതിയ വർഷത്തിലേക്കുള്ള പ്രവേശനം. ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു സാധാരണ വിശ്വാസിയുടെ ജീവിതത്തിൽ ചെറുതായെങ്കിലും ചില ചലനങ്ങളും ചില തീരുമാനങ്ങളും ഒക്കെ എടുക്കാറുണ്ട്. വർഷം അവസാനിക്കുമ്പോൾ ആ വർഷം നടത്തി ദൈവത്തിൻ്റെ കരുണകളോർത്ത് അധികമായി സ്തോത്രം നാം അർപ്പിക്കുന്ന ദിവസമാണ് അവസാന ദിവസം. പുതിയ ദിവസവും ദൈവസ്തോത്രത്തോടും ദൈവിക സമർപ്പണത്തോടും ഇനിയും മുമ്പോട്ട് പോകാനുള്ള ജീവിതത്തിൻ്റെ മൂലധനത്തിനും ഊർജത്തിനുമായി ദൈവകരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന ദിനം കൂടിയാണ്. ഓരോ പുതുവർഷത്തിൻ്റെയും ആരംഭത്തിൽ ഓരോ മനുഷ്യരെയും ഓരോ ചിന്തകൾ ഭരിക്കാറുണ്ടെങ്കിലും പൊതുവെ നാം വിലയിരുത്തുമ്പോൾ ജീവിച്ചു തീർത്ത ജീവിതവും ജീവിക്കാമായിരുന്ന ഒരു ജീവിതവും തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടെത്തൽ പ്രധാനമാണ്. ഇത്രയും നാൾ നാം ജീവിച്ചു എന്നത് പരമാർത്ഥമാണ്. ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതൊരു സത്യവുമാണ്. കുറെ കൂടി മെച്ചപ്പെട്ട ഒരു മനുഷ്യനായി തീരാൻ, കുറെ കൂടി മെച്ചപ്പെട്ട ഒരു മാതാവായി തീരാൻ, കുറെ കൂടി മെച്ചപ്പെട്ട ഒരു പിതാവായി തീരാൻ, കുറെ കൂടി മെച്ചപ്പെട്ട ഒരു പുരോഹിതനായി തീരാൻ, കുറെ കൂടി മെച്ചപ്പെട്ട ഒരു മകനും മകളുമായി തീരാൻ ഒക്കെയുള്ള സാഹചര്യങ്ങളെ ജീവിതത്തിൻ്റെ വഴിയാത്രയിൽ എവിടെയോ കൈമോശം വരുത്തി എന്ന ചെറിയൊരു കുറ്റബോധമെങ്കിലും നമ്മുടെ ജീവിതത്തെ പുറകോട്ട് നോക്കുമ്പോൾ ഭരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മെ തന്നെ ചിന്തിപ്പിക്കണം. ഇന്നത്തെ ഈ ധ്യാന ദിവസം ഞാൻ പുതുവർഷത്തിന് പൊതുവെ വേദപുസ്തക പഠിതാക്കൾ അന്വേഷിച്ചും പഠിച്ചും പഠിപ്പിച്ചും ചിന്തിച്ചും മുമ്പോട്ട് പോകുന്ന ഏറെ സുപരിചിതമായ ഒരു വേദഭാഗം തന്നെയാണ് ഇന്ന് തിരഞ്ഞെടുക്കുന്നത്. ആ വേദഭാഗം നമുക്കെല്ലാവർക്കും കേട്ട് പരിചയമുള്ള കർത്താവിൻ്റെ ഒരു ഉപമയാണ്. വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ.
അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവനതിൽ ഫലം തിരിഞ്ഞു വന്നു കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരിഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിനവൻ, കർത്താവേ, അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ ദൈവമേ, എൻ്റെ ദുരിതങ്ങളുടെയും ദുഃഖാകുലതകളുടെയും കണ്ണുനീരിനെ സ്വീകരിക്കുന്ന ദൈവമേ, പ്രാർത്ഥനയ്ക്കായി അനുതാപത്തിൻ്റെ ആത്മാവിനെ തന്ന് ഞങ്ങളുടെ കൺതടങ്ങളെ നനച്ച് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പാൻ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് പ്രതിഷ്ഠിക്കുവാൻ ഈ വർഷത്തിൻ്റെ പ്രാരംഭ വെള്ളിയിൽ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും നീ അനുഗ്രഹം ചൊരിയണമേ. കരുണയുടെ സാഗരമായ ദൈവമേ, ഞങ്ങളുടെ അശുദ്ധവും അയോഗ്യവുമായ പ്രാർത്ഥനകൾക്ക് നിന്റെ കരുണയിൻ പ്രകാരം കൃപയും നന്മകളും ചൊരിഞ്ഞു തരണമേ. ഞങ്ങൾ നിന്നെ ഉപേക്ഷിച്ചാലും നിനക്ക് ഞങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾ പഠിക്കുന്ന വചനം നിരന്തരമായി ഞങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ അനുതാപത്തിലേക്കും വിനയത്തിലേക്കും വഴി നടത്താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകളെ രക്ഷാകരമായ കണ്ണീരുകൊണ്ട് നിറയ്ക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, പഴകി ദുഷിച്ചു നാറി ദുർഗന്ധം വമിക്കുന്ന ഞങ്ങളുടെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും പാപഭംഗിലമായ ജീർണതകളിലേക്ക് നോക്കി നെടുവീർപ്പിട്ട് നിന്റെ രക്ഷയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഞങ്ങളുടെ വ്രണങ്ങളെ കഴുകി ഞങ്ങൾക്ക് ശുദ്ധി തരാൻ, ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവകരുണാമയനായ ദൈവമേ, കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ കൃപയാൽ ബലപ്പെടുത്തുന്ന ദൈവമേ, ഒരു വിശുദ്ധ ജീവിതത്തിനുള്ള വാഞ്ചയും അതിനായുള്ള വലിയ അധ്വാനവും വലിയ യാത്രയും നടത്താൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇടപെടലുകളെയും ശുദ്ധിയുള്ളതാക്കി തീർക്കണമേ. നിന്നിലേക്ക് നോക്കാൻ, നിന്റെ വഴികളിലൂടെ സഞ്ചരിപ്പാൻ, നിന്റെ കൽപ്പനകളെക്കുറിച്ച് ധ്യാനിപ്പാൻ നീ ആഗ്രഹിക്കുന്ന തീരത്ത് വന്ന് നിന്നിൽ അണഞ്ഞു തീരാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ഈ പ്രാർത്ഥനയ്ക്കായി ഈ നിമിഷങ്ങളെ വേർതിരിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തെ വിഭജിക്കാനോ വ്യാഖ്യാനിക്കാനോ
മാനുഷികമായി ഞങ്ങൾക്ക് ബുദ്ധിയും പ്രാപ്തിയും ഇല്ലെങ്കിലും ഞങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ടും കരുണ കൊണ്ടും അത് നിർവഹിച്ച് അത് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് തന്ന് അതിനെ സ്വീകരിപ്പാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. പരിശുദ്ധ മാതാവിൻ്റെയും വിശുദ്ധനായ ഗീവർഗീസകഥായുടെയും എല്ലാ വിശുദ്ധന്മാരുടെയും മധ്യസ്ഥത ഞങ്ങൾക്ക് തുണയാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗം വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 6 മുതലുള്ള വേദഭാഗമാണ്. മുന്തിരിത്തോട്ടത്തിൽ ഒരത്തി വളരുക. ക്രിസ്തുവിൻ്റെ ഉപമയ്ക്കെല്ലാം കാലാതിവർത്തിയായ ഒരു സൗന്ദര്യവും ഒരർത്ഥവും നമുക്ക് കണ്ടെത്താൻ പറ്റും. സത്യത്തിൽ കർത്താവ് പറഞ്ഞ ഉപമ 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണെങ്കിലും ഇന്നും ഓരോ ദിവസവും നമ്മെ അതങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ലൂക്കോസ് സുവിശേഷകൻ ഒരു വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നത് കൊണ്ട് മനുഷ്യന്റെ നൊമ്പരങ്ങളൊക്കെ അദ്ദേഹത്തിന് വളരെ നന്നായിട്ടറിയാമായിരുന്നു. അതുകൊണ്ട് കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ ക്രിസ്തു തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങളുടെ ചൈതന്യം ഒട്ടും വാർന്നു പോകാതെ അത് വചനത്തിലൂടെ തരാൻ ലൂക്കോസ് വിശേഷകൻ പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. പറയുന്ന ആളുകളൊക്കെ ചുങ്കക്കാരും വേശ്യാസ്ത്രീകളും, പിന്നെ വയലിൽ വളരുന്ന കള, ആകാശത്തിലൂടെ പറന്നു പോകുന്ന കിളികൾ, പിന്നെ ജീവിതത്തിൽ തള്ളപ്പെട്ടു പോയവർ, രോഗികൾ, അതിൽ തന്നെ സമൂഹം ഏറ്റവും ഭ്രഷ്ട് കൽപ്പിച്ചിരുന്ന കുഷ്ഠരോഗികൾ, അങ്ങനെ അതിരിൽ നിൽക്കുന്നവരോടും വിളിമ്പിൽ നിന്ന് വീണുപോയവരോടുമൊക്കെ പ്രത്യേകമായ ഒരു മമതയോടെയാണ് ലൂക്കോസിന്റെ സുവിശേഷകൻ നമ്മളോട് ദൈവവചനത്തെ വിസ്തരിച്ച് തന്നിട്ടുള്ളത്. ഒരു ഉപമയും അവസാനിക്കുന്നില്ല. നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഉപമ തന്നെ അത്തിവൃക്ഷം മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ നിന്നു. 3 സംവത്സരം ഫലം തേടിയിട്ട് കണ്ടില്ല. വെട്ടിക്കളയാനായി യജമാനൻ തോട്ടത്തിന്റെ നോട്ടക്കാരനോട് പറഞ്ഞു. അയാൾ അപേക്ഷിക്കുകയാണ്, 1 വർഷം കൂടി നിർത്താൻ അനുവദിക്കണം, ഞാനിതിന് ചുറ്റും കിളച്ച് വളമിടാം, മേലാൽ കായിച്ചെങ്കിലോ. അവിടെ അവസാനിപ്പിച്ച് കർത്താവ് ഉപമ. ഇനിയും കിളച്ച് വളമിട്ടിട്ട് ഫലം തരണമോ വേണ്ടയോ, വെട്ടണമോ എന്നൊക്കെ കാലങ്ങളായിട്ടിങ്ങനെ ദൈവവചനവും തുറന്നു വെച്ചുകൊണ്ട് മനുഷ്യർ ചിന്തിക്കുകയാണ്. ആ അത്തിവൃക്ഷത്തിന് എന്തവസാനം സംഭവിച്ചെന്ന് നസ്രത്തുകാരൻ പറഞ്ഞില്ല. ആ ഉടമ കിളച്ച് വളമിട്ടെങ്കിൽ അതിനെന്ത് സംഭവിച്ചു എന്ന് കർത്താവ് പറഞ്ഞില്ല. 2000 വർഷത്തിനിപ്പുറം നിന്ന് ഈ ഉപമ, കർത്താവിന്റെ ഉപമയെ ചിന്തിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ വേണമെങ്കിലും ഈ ഉപമയ്ക്കൊരവസാന വാക്കെഴുതി വെക്കാം. ഏതാനും മിനിറ്റുകൾ ദൈവവചനം ഈ ദേവാലയത്തിൽ ഇരുന്ന് ചിന്തിച്ച് മടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞ ഈ ഉപമയുടെ അവസാനം എന്താണ് എന്ന് ചിന്തിച്ച് മനനം ചെയ്ത് ജീവിതത്തെ രൂപീകരിക്കാൻ മാത്രമാണ് ഈ ചെറിയ നിമിഷങ്ങളിൽ എനിക്ക് നിങ്ങളോട് ആമുഖമായിട്ട് ദൈവവചനവുമായിട്ടുള്ള ബന്ധത്തിൽ അപേക്ഷിക്കാനായിട്ടുള്ളത്.
മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ ഒരത്തി വളരുക പാലസ്തീനിയയുടെ കാർഷിക സംസ്കാരത്തിൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. മുന്തിരി നട്ടാൽ അവിടെ മുന്തിരി, അത്തി നട്ടാൽ അവിടെ അത്തി, തക്കാളി നട്ടാൽ അവിടെ തക്കാളി. അതിനൊരിടക്കൃഷി പാലസ്തീനിയയിൽ സ്വാഭാവികമായി സംഭവിക്കില്ല. തന്നെയുമല്ല, മുന്തിരി കൃഷിയും അത്തിക്കൃഷിയും തമ്മിൽ പ്രത്യേകിച്ച് പരസ്പര ബന്ധമുള്ള ഒന്നല്ല. അത്തിയുടെ വേരുകൾ അതിശക്തമാണ്, മുന്തിരിയുടെ വേരുകൾ അത്ര ശക്തിയുള്ള വേരുകളല്ല. അത്തിയുടെ ഇലകൾ വളരെ വലുതാണത്, പടർന്നു പന്തലിക്കുന്ന ഒന്നാണ്. അതിൻ്റെ കീഴിൽ തണലിൽ ഒരു മുന്തിരിക്ക് അത്ര കണ്ട് ഫലമുണ്ടാക്കാനും കഴിയില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് നസ്രേത്തുകാരൻ യേശു തൻ്റെ കാണികളുടെ നടുവിൽ, തൻ്റെ കേൾവിക്കാരുടെ നടുവിൽ ഈ അത്തിയെ ഇങ്ങനെ പ്രത്യേകമായി നട്ടുവെച്ച്? ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ 6 വരെ വായിക്കുമ്പോൾ നമുക്കതിൻ്റെ കുറെ കൂടി പ്രാധാന്യം മനസ്സിലാവും. അത് വലിയൊരു സംഭവം, ഒരു ദുരന്തം പറഞ്ഞുകൊണ്ടാണ് ആളുകൾ യേശുവിന്റെ അരികിലേക്ക് ഉപമയ്ക്ക് മുമ്പ് എത്തുന്നത്. ആ ദുരന്തം പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗത്തിൽ കൂട്ടിക്കലർത്തി എന്നാണ്. എന്ന് പറഞ്ഞാൽ പീലാത്തോസിന്റെ ആജ്ഞപ്രകാരം മറ്റാരോ യാഗമർപ്പിക്കുന്ന ഇടത്ത് വെച്ച് മനുഷ്യനെ കൊന്ന് ഏതൊക്കെയോ ഗലീലക്കാരുടെ രക്തം അതിലേക്ക് പകർന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് പറയാൻ ആളുകൾ യേശുവിന്റെ അരികിലേക്ക് ഓടിക്കൂടിയതാണ്. ദുരന്തം പറയുമ്പോൾ മനുഷ്യന് പ്രത്യേകമായ ഒരു ബലമുണ്ടല്ലോ. തകർച്ചയ്ക്കിടയിലും സഹതാപത്തിന്റെ തരംഗങ്ങളോ ആ ദുരന്തത്തിൽ താൻ പെട്ടില്ലല്ലോ എന്ന ആശ്വാസമോ ഒക്കെ കൊണ്ടാണ് മനുഷ്യരിങ്ങനെ ദുരന്തങ്ങൾ വരുമ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ TV ചാനലുകളൊക്കെ തുറന്നാൽ അവതാരകർ എത്ര കൃത്യമായി, എത്ര സാഹിത്യ ഭാഷയിൽ, എത്ര സുന്ദരമായിട്ടാണ് ഓരോ ദുരന്തങ്ങളെയും നമുക്ക് മുന്നിലേക്ക് വരച്ചു തരുന്നത്. പറയുന്നവർക്കും കേൾവിക്കാർക്കുമുള്ള ഒരു ആശ്വാസം ആ ദുരന്തത്തിൽ താൻ അകപ്പെട്ടില്ലല്ലോ എന്നുള്ളത് മാത്രമാണ്. കർത്താവിന്റെ മറുപടി കുറെ കൂടി ശ്രദ്ധേയമാണ്. എത്ര ചടുലമായാണ് കർത്താവ് ആ വലിയ ദുരന്തം പറയാൻ വന്നവരോട് പ്രതിവചിക്കുന്നത്. പീലാത്തോസ് കൊന്നുകളഞ്ഞ ആ ഗലീലക്കാർ ജീവിച്ചിരിക്കുന്ന ഗലീലക്കാരെക്കാൾ തെറ്റുകാരാണോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പിന്നെ അവർ രണ്ടാമത്തെ ദുരന്ത വൃത്താന്തം കർത്താവിനോട് പറഞ്ഞു. ശീലോഗോമിൽ ഒരു ഗോപുരം വീണു. ആ ഗോപുരം വീണിട്ട് 18 പേരാണ് മരിച്ചത്. കർത്താവ് അതിനും മറുപടി പറഞ്ഞു. ദുരന്തങ്ങളുടെ മധ്യത്തിൽ ദുരന്തങ്ങളുടെ അറിയിപ്പുകാരായി ജീവിക്കുന്ന മനുഷ്യരൊക്കെ ആത്യന്തികമായി ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കേണ്ട വളരെ ശ്രദ്ധേയമായ ഈ ദുരന്ത പശ്ചാത്തലത്തിൽ നിന്നാണ് കർത്താവ് ഈ അത്തിയുടെ ഉപമ പറയുന്നത്. 13-ാം അധ്യായത്തിൽ ആ ദുരന്തം ഇങ്ങനെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. അതിനവൻ ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇത് അനുഭവിക്കയാൽ എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ശീലോഗോമിലെ ഗോപുരം വീണ് മരിച്ചുപോയ 18 പേർ യെരൂശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
വലിയ ദുരന്തങ്ങൾ അറിയിക്കാൻ അടുത്തു വന്ന മനുഷ്യരോട് ആ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കർത്താവ് സംസാരിക്കുമ്പോൾ മരിച്ചുപോയ മനുഷ്യരുടെ പാപത്തെക്കുറിച്ചോ ജീവിച്ചിരിക്കുന്നവരുടെ പുണ്യത്തെക്കുറിച്ചോ അവരുടെ നന്മയെക്കുറിച്ചോ നഷ്ടപ്പെട്ടു പോയവരുടെ ജീവിതത്തിന്റെ കഷ്ടതയെക്കുറിച്ചോ ഒന്നുമല്ല കർത്താവിന് പറയാനുള്ളത്. ആ ദുരന്ത മുഖത്ത് വെച്ച് യേശു തമ്പുരാന് പറയാനുള്ളത്, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകുക എന്നുള്ളതാണ്. 2026 ഈ നിമിഷം വരെ, അടുത്ത നിമിഷത്തെ നമുക്കറിയില്ല, നമ്മളൊക്കെ ജീവനോടെ ഇരിക്കുകയാണ്. 2025 കുറെ പേര് മരിച്ചുപോയി. നമ്മളെക്കാൾ ദുരന്തങ്ങൾ കുറെ പേർ ഏറ്റുവാങ്ങി. നമ്മളെക്കാൾ മാരകമായ രോഗം കുറെ പേരെ ബാധിച്ചു. 2025 കുറെ മനുഷ്യർക്ക് വലിയ കഷ്ടങ്ങളും അനർത്ഥങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടായി. അംഗഭംഗം വന്നവരും തളർന്നു വീണവരും ഒക്കെ അവിടെ ഉണ്ട്. എപ്പോഴെങ്കിലും നമ്മൾക്ക് തോന്നിയിട്ടുണ്ടോ അവര് നമ്മളെക്കാൾ എന്തൊക്കെയോ പാപം ചെയ്തത് കൊണ്ട് അവർക്കൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന്? ഒരാളുടെ കഷ്ടകാലം നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ സത്യത്തിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്നത്, ദൈവമേ, അവന് കഷ്ടകാലം വന്നിട്ടും എന്നെ ആ കഷ്ടകാലം ബാധിച്ചില്ലല്ലോ എന്നൊരാശ്വാസം കൂടിയുണ്ട്. വേദപുസ്തകം വല്ലാതെ നമ്മെ പരിഹസിക്കുന്നുണ്ടാവും അല്ലേ? ആ നശിച്ചു പോയവർ ഗലീലയിൽ യാഗരക്തത്തോടുകൂടെ നിർദോഷ രക്തം ചൊരിഞ്ഞവരുടെ രക്തം ശീലോഗോമിലെ ഗോപുരം വീണ് മരിച്ചുപോയ 18 പേർ, അവരൊന്നും നിങ്ങളെക്കാൾ പാപികളായതുകൊണ്ട് മാത്രമല്ല എന്ന് കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എനിക്ക് ഈ അത്തിയുടെ ഉപമയിൽ നിന്ന് പറയാനുള്ള ഒന്നാമത്തെ കാര്യം ഇതാണ്. ദൈവം നമ്മെ പ്രത്യേകമായിട്ട് നട്ടുവെച്ചു. മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ ഒരു അത്തിവൃക്ഷം കൊണ്ട് നടുമ്പോൾ ആ നടുന്നയാൾ എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും? അത്തി വളർന്ന് വലുതാകും. ഇതൊരു മുന്തിരിയുടെ തോട്ടമാണ്. ആ മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷത്തിന്റെ ചില്ലകൾ വല്ലാതെ പടർന്നു പന്തലിക്കുമ്പോൾ അതിന്റെ ചുവട്ടിൽ മുന്തിരിക്ക് വേണ്ടത്ര പ്രകാശം ലഭിക്കാത്തത് കൊണ്ട് ഒരുപക്ഷെ ഫലമുണ്ടാക്കാൻ സാധ്യതയില്ല. അതിനെ നടുന്നതിൽ നിന്ന് അയാളെ വിരോധിക്കുന്ന ഒത്തിരിയേറെ കാരണങ്ങൾ ഉണ്ടാവാം. എന്നിട്ടും അയാൾ ആ മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ അത്തിയെ നട്ടു. ദൈവം എന്നെ ഒരു പുരോഹിതനാക്കി വെച്ചു. ഫലം കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ്. ദൈവം നമ്മളെ കുടുംബത്തിൽ ഒരു മാതാവും ഭാര്യയുമായിട്ട് പ്രതിഷ്ഠിച്ചു. ഏറ്റവും പ്രധാനമായ ഇടത്ത് നിങ്ങളെ ഇരുത്തി ഫലം കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ്. ദൈവം ഒരാളെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്താണ് നടുന്നത്. അതിൻ്റെ സാഹചര്യങ്ങളും സാധ്യതകളും കൊണ്ട് അത് ഏറ്റവും വിശിഷ്ടമായ ഫലം നൽകണമെന്ന ആഗ്രഹം കൊണ്ട്. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഒരമ്മ വാവിട്ട് കരഞ്ഞുകൊണ്ട് എന്നോട് സംസാരിച്ചു. മകന്റെ കഠിനമായ മദ്യപാനമാണ് അമ്മയുടെ കണ്ണീരിന് വേണ്ടി. ഒരു വാവിട്ട് നിലവിളിക്കുകയാണ്. കുഞ്ഞുങ്ങളുള്ള കുടുംബം ഉത്തരവാദിത്വത്തോടെ നോക്കേണ്ട, ഞായറാഴ്ച പള്ളിയിൽ പോയി ആരാധിച്ചേണ്ട, ദൈവഭക്തിയോടെ ജീവിക്കേണ്ട തൻ്റെ മകൻ കഠിനമായ മദ്യപാന ആസക്തിയിലേക്ക് വീണുപോയത് കൊണ്ട് ആദ്യ വർഷത്തിന്റെ ആദ്യ ദിവസം തന്നെ ഒരമ്മ വാവിട്ട് കരയുകയാണ്. ദൈവം അവനെ കുടുംബത്തിന്റെ നാഥനായി ആ കുടുംബത്തിന്റെ പ്രധാന ഇടത്തിൽ അവന്റെ ഭാര്യയ്ക്ക് ഭർത്താവായും
അവന്റെ മക്കൾക്ക് പിതാവായും അവന്റെ മാതാപിതാക്കൾക്ക് തണലായും തീരാൻ ഏറ്റവും പ്രധാനമായ ഇടത്ത് അലങ്കരിച്ച് അനുഗ്രഹത്തോടെ നട്ടുവളർത്താൻ ആഗ്രഹിച്ചിട്ട് ഇപ്പൊ അത് വളർന്നു വന്നപ്പോ അതിന്റെ ഫലം ദുരന്തവും കണ്ണീരും ദുഃഖവുമായിട്ട് മാറുന്നെങ്കിൽ ഇവിടെ നട്ടാലും അത്തിക്ക് ഫലം കൊടുക്കാൻ പറ്റാതെ പോകും. എന്നെയും നിങ്ങളെയും ദൈവം എത്ര ആഴത്തിൽ എത്ര അർത്ഥപൂർണമായിട്ടാണ് ഓരോ ഇടത്തും ആക്കി വെച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒന്നും ആയില്ലെങ്കിലും ഒരു കൊച്ചു ജീവിതത്തിൽ എത്ര വലിയ പ്രതീക്ഷയുടെ ഇടങ്ങളിലാണ് ദൈവം ഓരോ മനുഷ്യനെയും സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ഉപമയിൽ നിന്ന് ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് അതാണ്. ദൈവം ഏറ്റവും ഉചിതമായ മണ്ണിൽ, ഏറ്റവും ഉചിതമായ ഇടത്ത്, ഏറ്റവും കൂടുതൽ ഫലം നൽകാൻ സാധ്യതയുള്ള ഏറ്റവും നല്ല അനുഭവത്തിൽ നമ്മളെയൊക്കെ പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുണ്ട്. മുന്തിരിത്തോട്ടത്തിൽ അത്തി നടാൻ സാധ്യതയില്ലാതിരുന്നിട്ട് കൂടി അവൻ വിചാരിച്ചു ഇതവിടെ തന്നെ വളരണമെന്ന്. രണ്ടായിരത്തി 2025 അനേകർ നമ്മളെ വിട്ടുപോയപ്പോഴും ഈ 2026 ഈ മുന്തിരിത്തോപ്പിന്റെ നടുക്ക് ഇതിപ്പോഴും നിലനിൽക്കാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടെന്നുള്ളത് മറക്കരുത്. ജീവനോളം വലുതായിട്ടൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. ജീവന്റെ വിലയെന്തെന്ന് ആരോഗ്യ ദൃഢഗാത്രയായി ജീവിക്കുന്ന മനുഷ്യർക്കറിയില്ലെങ്കിലും ICUവിന്റെ യൂണിറ്റിൽ ഡോക്ടറുടെ ചുണ്ടുകൾ ചലിച്ച് ജീവിക്കുമോ മരിക്കുമോ എന്നറിയാൻ അർദ്ധപ്രാണനുമായി മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനോട് ചോദിക്കണം ജീവന്റെ വില എന്താണെന്ന്. എത്ര ലാഘവത്തോടെയാണ് ഞാൻ ഉൾപ്പെടെ നമ്മുടെ ജീവിതത്തെ പാഴാക്കുന്നത്. എത്ര അലക്ഷ്യമായിട്ടാണ് ദൈവം നമുക്ക് അനുഗ്രഹമായി തന്ന ആയുസ്സിനെ നാം ചെലവഴിക്കുന്നത്. മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ നട്ട അത്തിവൃക്ഷമാണ് നമ്മൾ. വല്ലാത്ത പരിഗണന കിട്ടും. മുന്തിരിത്തോട്ടത്തിൽ വരുന്നവരെല്ലാം എന്താണ് ഈ മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ ഒരത്തി ഇങ്ങനെ വളരുന്നതെന്ന് വളരെ കൗതുകത്തോടെ നോക്കിയിട്ടുണ്ടാവും. മുന്തിരിത്തോട്ടത്തിൽ വെള്ളമൊഴിക്കാൻ വന്നപ്പോഴൊക്കെ ആ തോട്ടക്കാരൻ അത്തിയുടെ ചുവട്ടിലേക്കും വെള്ളമൊഴിച്ചിട്ടുണ്ട്. മുന്തിരിക്ക് വളമിടാൻ എത്തിയപ്പോഴൊക്കെ ആ തോട്ടക്കാരൻ അത്തിയുടെ ചുവട്ടിലേക്കും വളം വാരിയെറിഞ്ഞിട്ടുണ്ട്. അത്തിക്ക് കിട്ടിയ പരിഗണന കിട്ടിയത് കൂടാതെ മുന്തിരിക്ക് കിട്ടിയ മുഴുവൻ പരിഗണനയും ദൈവം ആ അത്തിവൃക്ഷത്തിന് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ മാംസപാത്രത്തിൽ ചാപിള്ളയായി പോകേണ്ട ഒരു മാംസത്തുണ്ടിൽ നിന്ന് അലങ്കരിച്ച് അനുഗ്രഹിച്ച് 9 മാസക്കാലം പൂർത്തീകരിച്ച് ഈ മണ്ണിൽ പിറന്നിട്ട് കുറെ ദുഃഖവും ഭാരമൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി അനുഭവിച്ചെങ്കിലും എത്ര നന്മകളെ ദൈവം
എനിക്ക് നിങ്ങൾക്കുമായി വാരി വിതറി തന്നിട്ടുണ്ട്. എന്തർഹതയുണ്ട് ഇത് വാങ്ങാൻ? എന്തർഹതയുടെ പേരിലാണ് മുന്തിരിക്ക് ലഭിക്കേണ്ട വളവും വെള്ളവും അത്തിയുടെ ബലിഷ്ഠമായ വേരിൽ നിന്ന് മുന്തിരിക്ക് അവകാശപ്പെട്ടതുകൂടി വലിച്ചെടുത്ത് ഈ മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന തൊണ്ടുപമയെ കർത്താവ് ഇതെല്ലാം പറഞ്ഞു. മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തി. ആ അത്തിയെക്കുറിച്ച് പിന്നെ പറയുന്നത്, അവൻ അതിൽ ഫലം തിരിഞ്ഞു വന്നു കണ്ടില്ല താന്. എല്ലാ അനുഗ്രഹവും 6 മടങ്ങും 8 മടങ്ങും കൂടുതലും അടിച്ചതാ. മറ്റുള്ള അത്തിവൃക്ഷം വളരുന്നത് പോലല്ല അത് വളർന്നേ. അത് മുന്തിരിത്തോട്ടത്തിന് നടുവിൽ പ്രത്യേകമായ പരിചരണത്തിൽ വളർന്ന അത്തിയാണ്. അതിന്റെ ഫലം കുറെ കൂടി വിശിഷ്ടമാവേണ്ടതാണ്. അതിന്റെ ഫലം കുറെ കൂടി സുന്ദരമാവേണ്ടതാണ്. അതിന്റെ ഫലം കുറെ കൂടി മാധുര്യമേറേണ്ടതാണ്. അതിന്റെ ഫലത്തിന് കുറെ കൂടി പോഷകമൂല്യം വർദ്ധിച്ചു കാണേണ്ടതാണ്. പക്ഷെ കഴിഞ്ഞ 3 സംവത്സരമായി ആ അത്തിയിൽ ഒന്നും ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹമെല്ലാം വാങ്ങിയെടുത്തിട്ട് അവരിന് കൊടുക്കാനുള്ള അനുഗ്രഹത്തിന്റെ വിഹിതം കൂടി എന്റെ കീശയിൽ ദൈവത്തോട് ചോദിച്ച് ദൈവകരുണയുടെ ഭാഗമായി സംഭരിച്ച് സമ്പാദിച്ച് ഞാൻ കൈവശപ്പെടുത്തിയിട്ട് പിന്നെ ഒരു പ്രയോജനമില്ലാത്തവനായി ഇങ്ങനെ നിന്നു പോവുക. ലേവ്യ പുസ്തകം 19-ാം അധ്യായം മുതൽ നാം വായിക്കുമ്പോൾ അത്തിയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, വൃക്ഷത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. 3 വർഷക്കാലം അതിൽ നിന്ന് ഫലമെടുക്കാൻ പാടില്ല. 4-ാം വർഷമേ ഫലം ശേഖരിക്കാൻ അനുവാദമുള്ളൂ. 3 വർഷം ആ വൃക്ഷത്തെ അതിന്റെ ഇഷ്ടത്തിന് വിടണമെന്നാണ് മോശയുടെ ന്യായപ്രമാണം. 4-ാം വർഷത്തെ അത്തിവൃക്ഷവും അയാൾക്കെടുക്കാൻ അനുവാദമില്ല. അത് ദൈവത്തിന് വേണ്ടി ദേവാലയത്തിൽ അർപ്പിക്കേണ്ട ഫലമാണ്. കഴിഞ്ഞ 3 വർഷക്കാലം ഒരത്തിഫലത്തിന് വേണ്ടി അയാൾ തന്റെ ദൈവത്തിന് അർപ്പിക്കാനുള്ള അത്തിഫലം തേടി അത്തിമരത്തിന്റെ ചുവട്ടിലെത്തി. അഞ്ചാം വർഷവും അയാൾ എത്തി. അത്തിഫലമില്ല. ഒരുപക്ഷെ 6-ാമത്തെ 7-ാമത്തെ വർഷമാണ് അയാൾ ഒരു ദീനവിലാപം പോലെ ഈ മുന്തിരിത്തോട്ടത്തിൽ നിൽക്കുന്ന ഈ അത്തിയെക്കുറിച്ച് സങ്കടപ്പെട്ടത്. അർദ്ധ ആയുസ് മനുഷ്യപ്രകാരം പിന്നിട്ടവനാണ് ഞാൻ. 50 വർഷക്കാലം ഈ ഭൂമിയിൽ നിന്നിട്ട് ഒന്ന് പൂക്കാനോ ഒന്ന് ഫലമണിയാനോ കഴിയാതെ പോയിട്ട് ഈ ജീവിതത്തിന്റെ വലിയ നേട്ടങ്ങളെക്കുറിച്ച് ഘോരഘോരം അഭിമാനിച്ചും ആത്മസംതൃപ്തി അടഞ്ഞും ഒരു മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നെങ്കിൽ എന്റെ അരികിലെത്തിയ തോട്ടക്കാരന് എന്നെ കാര്യമായ ഫലം കാണാതെ മടങ്ങിയെങ്കിൽ അതിനേക്കാൾ മറ്റൊരു സങ്കടം ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, ഇത്ര വർഷം ജീവിച്ചു. എന്താണ് നമ്മിൽ നിന്ന് പുറപ്പെട്ട ഫലം? കൃഷി ചെയ്ത് സമ്പാദിച്ചു, നമുക്ക് വേണ്ടിയാ. മക്കൾക്ക് ജന്മം നൽകി, അത് നമ്മുടെ സാർത്ഥതയുടെ ഭാഗം കൂടിയാണ്. ജീവിതത്തിൽ ജോലി സമ്പാദിച്ചു, പ്രൊമോഷൻ നേടി, ഒരുപക്ഷെ ജീവിതത്തിന്റെ കർമ്മ മേഖലയിൽ
കുറച്ചൊക്കെ അനുഗ്രഹദായകമായി സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ ജീവിതത്തിൽ വ്യക്തിപരമായി ദൈവം അടുത്തു വന്ന് അന്വേഷിച്ച ഏതെങ്കിലും ഒരു ആത്മാവിന്റെ ഫലം, ഇക്കാലം അത്രയും ആരാധിച്ച് പ്രാർത്ഥിച്ച് നോമ്പുപവാസങ്ങൾ അനുഷ്ഠിച്ച് ആത്മീക ജാഗരണം നടത്തി ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് കൂളിയിട്ട് സഞ്ചരിച്ച് ആത്മീക പ്രഭയിൽ ജീവിച്ചിട്ട് ദൈവത്തിന് കൊള്ളാവുന്ന ഒരു ഫലം, ആത്മാവിന്റെ ഒരു ഫലം, പൗലോസ്ലീഹായുടെ ഭാഷയിൽ ഗലാത്യ ലേഖനത്തിൽ എഴുതി വെക്കുന്ന ആത്മാവിന്റെ സൽഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ സത്യസന്ധമായി ഈ ലോകത്ത് പുറപ്പെടുവിക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് പറ്റിയിട്ടുണ്ട്. ഫലമില്ലാതെ പോകുന്ന ജീവിതം. നമ്മുടെ സാധാരണ സംസാരത്തിൽ നമ്മൾ ചില മനുഷ്യരെ കുറിച്ച് പാതി ഫലിതത്തിലും പാതി കാര്യവുമായി പറയാറുണ്ട്. അവനൊരു പാഴാന്ന് പറയാറുണ്ട്. അച്ഛന്മാര് തമ്മിൽ പറയുമ്പോഴും ചിലപ്പോൾ പറയുന്ന കേട്ടിട്ടുണ്ട്, അവനൊരു പാഴാണ് അച്ഛന്ന്. മക്കളെ കുറിച്ച് മാതാപിതാക്കൾ പലപ്പോഴും പറയുന്ന കേട്ടിട്ടുണ്ട്, അവനൊരു പാഴായിപ്പോയല്ലോ എന്ന്. ജീവൻ നൽകി പരിപാലിച്ച് വളർത്തി ജീവിതത്തിന്റെ നന്മകളുടെ ഭാഗമായി നിലനിർത്തിയിട്ട് 50-60 വർഷം കഴിഞ്ഞ് ഒരു മനുഷ്യനെ നോക്കി മറ്റൊരാൾക്ക് ഈ ഭൂമി സത്യസന്ധമായി അവനൊരു പാഴാണല്ലോ എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ. ഇപ്പോൾ അത്തിവൃക്ഷം ഒരു പാഴാണ്. മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ അനുഗ്രഹീതമായി വളർത്തപ്പെട്ട അത്തി ഇപ്പോൾ ഒരു പാഴാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളോട് ഒരാൾ പണം വായ്പ ചോദിച്ചു. 1000 രൂപ വായ്പ ചോദിച്ച് കൃത്യമായി നമ്മൾ 1000 കൊടുത്തു. പിറ്റേ മാസം തരാമെന്നാണ് പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞു വന്ന് അയാൾ ആ പണം തരുന്നുമില്ല, മറ്റൊരു 2000 കൂടി നമ്മളോട് ചോദിക്കുന്നു. ആ മനുഷ്യനോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കും? അവന് 2000-വും ആദ്യത്തെ 1000-വും തന്നില്ല. പിന്നെ 1 മാസം കഴിഞ്ഞ് അവനെ ഇനി ജീവിതത്തിൽ പണം തന്നില്ലെങ്കിലും കുഴപ്പമില്ല, കാണാൻ ഇടവരരുത് എന്ന് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ അവൻ 3-ാമത്തെ പ്രാവശ്യം വന്ന് ഒരു 5000 രൂപ എടുക്കാനുണ്ടോ, അത്യാവശ്യമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ മനുഷ്യനോട് തോന്നുന്ന സമീപനം എന്താവും? നമുക്ക് മനുഷ്യനോട് തോന്നുന്ന സമീപനം, നമ്മുടെ മനോനിലയിൽ ഏറ്റവും ശാന്തനായ ആൾ പോലും വല്ലാതെ മനസ്സ് പ്രക്ഷുബ്ധമായി പ്രതികരിക്കും. മനുഷ്യൻ ഇങ്ങനെയാവാൻ പറ്റുമോ? പക്ഷെ ദൈവം അങ്ങനെയല്ല. വേദപുസ്തകം വായിച്ചാൽ ദൈവത്തോളം കാത്തിരിക്കാൻ മനസ്സുള്ള ആരെയും നമുക്ക് കാണാൻ പറ്റില്ല. അവന്റെ കഥകളിലും അവൻ പറഞ്ഞ വചനങ്ങളിലും അവൻ ഉച്ചരിച്ച ഉപമകളിലുമെല്ലാം കാത്തിരിക്കാൻ മനസ്സുള്ള ഒരപ്പന്റെ ഹൃദയവുമായിട്ടാണ് ക്രിസ്തു സമ്പാദിക്കുന്നത്. ഒരു കൊച്ചുകാര്യം മാത്രം ഉദാഹരണം. മുടിയൻ പുത്രൻ അപ്പന്റെ സ്വത്ത് മുഴുവൻ വാങ്ങി അവൻ ദൂരദേശത്തേക്ക് പോവുകയാണ്. തകർന്നു പോയി അപ്പൻ ഉൾത്താപത്തോടെ ഈ കാലമെല്ലാം മകനിറങ്ങിപ്പോയ ആ വഴിയിലേക്ക് നോക്കിയിരിക്കുകയാണ്. എന്നെങ്കിലും ഒരിക്കൽ, എപ്പോഴെങ്കിലും ഒരിക്കൽ, ഏതെങ്കിലും ഒരു സമയത്ത് തന്നെ വിട്ട് ആ വഴിത്താരയിലൂടെ അകന്നകന്നകന്നു പോയ മകൻ എപ്പോഴെങ്കിലും അതേ വഴിത്താരയിൽ പ്രവേശിച്ച് അടുത്തടുത്തടുത്ത് തൻ്റെ അരികിലേക്ക് വരുന്ന കാത്തിരിക്കുന്ന അപ്പനെയാണ് കർത്താവ് മുടിയൻ പുത്രന്റെ ഉപമയിൽ അവതരിപ്പിച്ച അപ്പന്റെ ഹൃദയം. നമ്മൾ എത്ര അകന്നു പോയാലും, നമ്മൾ എത്ര വീണുപോയാലും, നഷ്ടപ്പെട്ട്
ദൈവത്തിനരികിലേക്ക് വരാൻ പറ്റാത്ത അത്രയും ദൂരത്തിലേക്ക് നാം പോയാലും ഈ അപ്പന് കാത്തിരിക്കാതിരിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തോളം തമ്പുരാനോളോ നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ മടുപ്പില്ലാതെ കാത്തിരിക്കാൻ പറ്റുന്ന ആരും ഉണ്ടാവില്ല. അത്തിവൃക്ഷത്തെ നിർത്തിയിരിക്കുകയാണ്. പിന്നീട് ആ ഉപമയിൽ കർത്താവ് പിന്നീട് പറയുന്ന പ്രധാനപ്പെട്ട വാക്ക്, മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരിഞ്ഞു വന്ന് കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരിഞ്ഞു വരുന്ന കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന്? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, രക്തം ചൊരിയിക്കുന്നവന്റെ രക്തം കൊണ്ട് മാത്രം ദേശത്തിന് മോചനമുണ്ടാവൂ എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു യഹോവയുടെ ചിത്രം. 3 വർഷം കാത്തിരുന്നിട്ടും ഏറ്റവും വിശിഷ്ടമായിടത്ത് ഏറ്റവും വിശിഷ്ടമായ ഫലം കിട്ടാൻ ഏറ്റവും ഉചിതമായി എന്തെല്ലാം കർത്താവ് ചെയ്തു. ഒരു തോട്ടക്കാരനെ ഏൽപ്പിച്ചു. മൃഗങ്ങൾ മെയ്യുമ്പോൾ അത്തിയെ ചവിട്ടി അതിനെ ഇല്ലാതാക്കാൻ ഒരു കാവൽക്കാരൻ. പ്രകൃതിയുടെ പ്രതികൂലത വരുമ്പോൾ അതിനെ മറച്ചു സൂക്ഷിക്കാൻ ഒരു തോട്ടക്കാരൻ. ഒരുപക്ഷെ അത്തി നട്ടപ്പോൾ പ്രത്യേക പരിചരണം അതിന് വേണമെന്ന് വിചാരിച്ച് എപ്പോഴും അതിനോടുള്ള ഒരു ബന്ധത്തിൽ ജീവിച്ച തോട്ടക്കാരൻ. അത്തിക്ക് വളരാൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അത്തി വലുതാകാനുള്ള എല്ലാ സാഹചര്യവും നൽകിയിട്ടുണ്ട്. എന്നിട്ടും നിരാശപ്പെടുത്തിയപ്പോൾ മനസ്സ് നൊമ്പരപ്പെട്ടൊരു നിമിഷം പറഞ്ഞു, 3 സംവത്സരമായി ഫലം തരുന്നില്ലല്ലോ എന്ന വേദന. പിന്നെ ഉപമയിലെ ചെറിയ വാക്ക് ഏറെ ചിന്തിക്കണം. ഇത് ഭൂമിയെ നിഷ്ഫലമാക്കുന്നത് എന്തിനാണ്? ഞാനിപ്പോ ഒരു പള്ളി വികാരിയാണ്. വെറുതെ ഞാനൊന്ന് ചിന്തിക്കേണ്ടതാ. ദൈവം എന്നെ വിളിച്ച് ഒരു പുരോഹിതനാക്കിയില്ലെങ്കിൽ മറ്റൊരാൾക്കായിരുന്നു പുരോഹിതനാകാൻ സാധ്യത. ഇപ്പോൾ ഞാനിരിക്കുന്ന ദേവാലയത്തിൽ അങ്ങനെയെങ്കിൽ മറ്റൊരാളായിരിക്കും വികാരി അച്ഛനാവുക. ഞാൻ ഇരിക്കുന്നിടത്ത് ദൈവാത്മാവിന്റെ ശക്തിയിൽ എൻ്റെ ശുശ്രൂഷ ഞാൻ നിറപടിയായി നിർവഹിക്കാതെ വന്നപ്പോൾ എനിക്ക് മാത്രമല്ല വീഴ്ച സംഭവിച്ചത്, എന്നേക്കാൾ ശ്രേഷ്ഠമായി അവിടെ നിന്ന് ആ ശുശ്രൂഷ നിർവഹിക്കാൻ പറ്റുമായിരുന്ന ഒരാളുടെ സാധ്യത കൂടി ഞാൻ ഇല്ലാതാക്കിയായിരുന്നു. ഈ അത്തിവൃക്ഷം ഫലം കായ്ച്ചില്ലെന്ന് മാത്രമല്ല, ഈ മണ്ണിൽ ഈ സ്ഥാനത്ത് ഇവിടെ മറ്റൊരു അത്തിവൃക്ഷത്തെ നട്ടിരുന്നെങ്കിൽ ഭൂമി പാഴാകിപ്പോകാതെ അതിൽ മറ്റൊരു അത്തിക്കും അത്തിഫലത്തിനും സാധ്യതയുണ്ടായിരുന്നു. നമ്മൾ നിഷ്ഫലമായി നിൽക്കുകയാണ്. ഞാൻ നിങ്ങളെ ഈ ആദ്യ വർഷത്തിന്റെ ആദ്യവേളയിൽ വല്ലാതെ ഭാരപ്പെടുത്താനല്ല ഇങ്ങനെ ചോദിക്കുന്ന കേട്ടോ. പക്ഷെ ക്രിസ്തു ഓർമ്മപ്പെടുത്തിയ മാനസാന്തരം എന്ന വാക്ക് ഗലീലക്കാരുടെ രക്തത്തോടുകൂടി പീലാത്തോസ് രക്തം കൂട്ടിയതുപോലെ യെരിഹോവിന്റെ മതിലുകൾ ഇടിഞ്ഞു വീണ് 18 പേർ ജീവിതത്തിൽ അവിചാരിതമായി നഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്കത് സംഭവിക്കാതിരിക്കാൻ
നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് പറഞ്ഞ അതികഠിനമായ ഒരു മാനസാന്തര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ദൈവം ഇച്ചിരി കഠിനമായി സംസാരിക്കേണ്ടി വരുന്നത്. അത്തരമൊരു ഉപമയുടെ പശ്ചാത്തലത്തിൽ നിന്ന് കുറെ കൂടി ആർദ്രമായ വാക്കുകൾ ഉച്ചരിക്കാൻ പറ്റാത്തത് കൊണ്ടാവണം ദൈവവചനം കൊണ്ട് ഇങ്ങനെ ചോദിക്കുന്ന ഭൂമിയെ നിഷ്ഫലമാക്കുകയാണോ? കുടുംബത്തെ നിഷ്ഫലമാക്കുകയാണോ? സഭാഗാത്രത്തെ നിഷ്ഫലമാക്കുകയാണോ? ജീവിതത്തിന്റെ ദൈവിക ഇടപെടലുകളെ നിഷ്ഫലമാകത്തക്കവണ്ണം ഒരിക്കലും ഫലം ചൂടാത്ത അത്തിവൃക്ഷമായി മണ്ണിനെ പഴക്കി നിർത്തിയിരിക്കുകയാണ്. ഭൂമിയെ പഴാക്കുന്നത് എന്തിനാണ്? അതിനെ വെട്ടിക്കളയുക. ഇപ്പൊ തോട്ടക്കാരൻ യജമാനോട് തിരിച്ചു പറയുന്നതാണ് അടുത്ത കാര്യം. നമുക്കെല്ലാവർക്കും സുപരിചിതമാണിത്. എട്ടാമത്തെ വാക്യം. അതിന് തോട്ടക്കാരൻ, അവൻ കർത്താവേ, ഞാനതിന് ചുറ്റും കിളച്ച് വളവിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. ഞാനതിന് ചുറ്റും കിളച്ച് വളവിടുവോളം ഒരു വർഷം കൂടി നിൽക്കട്ടെ. 2025 ഫലം കായ്ച്ച് സമൃദ്ധമായി ദൈവത്തെ സന്തോഷിപ്പിച്ചതുകൊണ്ട് 2026 നിന്നോട്ടെ എന്ന് വിചാരിച്ചതല്ല. 2025 മുന്തിരിത്തോട്ടത്തിന്റെ നടുക്ക് വളരെ ഭംഗിയായി നട്ടുവളർത്തി എല്ലാ പരിപോഷണവും പരിചരണവും കൊടുത്തിട്ടും ഫലം കിട്ടാതെ നിരാശപ്പെട്ടിട്ട് തോട്ടക്കാരൻ യജമാനനെ വിളിച്ചു പറഞ്ഞു, ഒരൊറ്റ വർഷം കൂടി നിർത്തണം. അയാൾക്ക് അതിനോടൊരു ബന്ധമുണ്ട്. വളരെ ചെറിയ തയ്യായിരുന്നപ്പോൾ നെഞ്ചോട് ചേർത്ത് ഓമനിച്ച് കുഴിയെടുത്ത് വളമിട്ട് അയാൾ വളർത്തിക്കൊണ്ടുവന്ന ഒരു അത്തിവൃക്ഷമാണത്. ഒരു നിമിഷം അതില്ലാതായിത്തീരുന്നത് ഒരു തോട്ടക്കാരനാണേലും അയാൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. വാസ്തവത്തിൽ ആ തോട്ടക്കാരൻ എങ്ങനെയാ ചിന്തിക്കണ്ടേ? വെട്ടിയാൽ എന്താ, വെട്ടിയില്ലാൽ എന്താ? എനിക്ക് കഴിഞ്ഞ ശനിയാഴ്ച വരെ കൃത്യമായി യജമാനൻ കൂലി തന്നിട്ടുണ്ട്. അയാളുടെ പറമ്പിൽ എന്ത് നിൽക്കണം, എന്ത് നിൽക്കണ്ട, ഏത് കുഴിച്ചു വെക്കണം, ഈ അത്തി മാറ്റിയിട്ട് മറ്റേത് വൃക്ഷഫലം നടണം, അതൊക്കെ തീരുമാനിക്കാൻ അയാൾക്ക് അവകാശമുണ്ട്. ഞാനെന്തിനാ ഇതേക്കുറിച്ച് ഇത്രയും ബേജാറാവാൻ പോകുന്നത് എന്നാണ് സാധാരണ ഒരു തോട്ടക്കാരൻ ചിന്തിക്കേണ്ടത്. ഇയാൾക്ക് അങ്ങനെ വെട്ടാൻ പറ്റില്ല. ഒരു ഗ്രാമത്തിലെ പുരോഹിതൻ എന്ന നിലയിൽ ഈ കാലത്ത് ഏറ്റവും അധികം വേദനപ്പെടുത്തുന്നത് മാതാപിതാക്കളുടെ കണ്ണീര് തന്നെയാണ്. വെട്ടാൻ പറ്റില്ലല്ലോ, കാരണം അത്ര പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്നതാ. വെട്ടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും വെട്ടാൻ പറ്റുന്നില്ല. അച്ചു എന്ത് ചെയ്യാനാ? 24 മണിക്കൂറും ഫോണില. അച്ചു എന്ത് ചെയ്യാനാ? വസ്ത്രം ശരീരത്തിന്റെ പാതി ഭാഗത്ത് മാത്രമേ ധരിക്കത്തുള്ളൂ. എടി, നിനക്ക് ഇച്ചിരി കൂടി മെച്ചപ്പെട്ട വസ്ത്രം ധരിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോ അത് മമ്മിയുടെ കാലത്ത് അങ്ങനെയായിരുന്നു, എൻ്റെ കാലത്ത് ഇങ്ങനെയാന്നാ പറയുന്നത്. വെട്ടാൻ പറ്റുമോ? യാതൊരു ഫലസൂചനയും നൽകാതെ വളർത്തി പ്രതീക്ഷയോടെ പാകമാകാനും പൂക്കാനും ഫലമണിയാനും സുന്ദരമാവാനും വേണ്ടി കാത്തിരിക്കുന്ന ഇടങ്ങളിൽ അതിനൊന്നും സാധ്യതയില്ലാത്ത അവസ്ഥയിൽ നിന്നിട്ടും ഒരു വർഷം കൂടി നിർത്താൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ തോട്ടക്കാരൻ നമ്മളെക്കുറിച്ച് വളരെ കരുതലുള്ളയാളാ.
അത്രയ്ക്ക് നമ്മെ സ്നേഹിക്കുന്ന ആളാ. വാസ്തവത്തിൽ വേദപുസ്തക പഠിതാക്കൾ യേശു തമ്പുരാൻ പിതാവാം ദൈവത്തിന്റെ മുമ്പാകെ തൻ്റെ മക്കൾക്ക് വേണ്ടി കഴിക്കുന്ന മധ്യസ്ഥതയുടെ മഹാ അനുഭവമായിട്ടാണ് ഈ ഉപമയെ പലപ്പോഴും വ്യാഖ്യാനിച്ചിട്ടുള്ളത്. തോട്ടക്കാരൻ പുറകെ നടക്കുക, വെട്ടാതിരിക്കാൻ. കിളച്ച് വളമിടാൻ. ഈ അത്തിവൃക്ഷം കിളയ്ക്കും. ഇനി ചുവട് കിളയ്ക്കുമ്പോൾ വേരൊക്കെ പൊട്ടും. വേര് പൊട്ടുമ്പോൾ വേദനിക്കും. കിളയ്ക്കുമ്പോൾ ചിലപ്പോൾ അത്തിയുടെ വേരുകൾ ചതയപ്പെടാം. രോഗമോ ദുഃഖമോ ഭാരമോ ഒക്കെ ആ കിളക്കിടയിൽ സംഭവിക്കാം. എന്ത് സംഭവിച്ചാലും പ്രധാനപ്പെട്ടത് ഫലമുണ്ടാവുക എന്നതാണ്. ദൈവത്തെ പോലെ മനുഷ്യനെ പ്രത്യാശ വെച്ചിട്ടുള്ള ആരും ഉണ്ടാവില്ല. കോടാനുകോടി മനുഷ്യർ ഈ ഭൂമിയിൽ ദൈവസന്നിധിയിലേക്ക് പ്രത്യാശ വെച്ച് ജീവിക്കുന്നതിനേക്കാൾ വ്യക്തിപരമായി നമ്മിൽ ഓരോരുത്തരിലും അതിലധികമായി പ്രത്യാശ അർപ്പിക്കുന്നവനാണ് ദൈവം. നമ്മൾ ദൈവത്തോട് എന്തെല്ലാം പറയുന്നു? അത് തരണം, ഇത് തരണം, അതിൽ നിന്ന് വിടുവിക്കണം, ഇതിൽ നിന്ന് മോചനം തരണം, ദൈവം എന്നെ നടത്തും, അതാണ് എൻ്റെ പ്രത്യാശ. ഒരു മനുഷ്യന് ദൈവത്തെ കുറിച്ച് എന്തെല്ലാം പ്രത്യാശയുണ്ട്. എൻ്റെ ദൈവം എന്നെ കൈവിടില്ല, എല്ലാം നല്ലത് തന്നെ. പക്ഷെ ദൈവത്തിന് അതിനേക്കാൾ കൂടുതൽ പ്രത്യാശ നമ്മിലുണ്ട്. മനുഷ്യൻ ദൈവത്തെ പ്രത്യാശ വെക്കുന്നതിനേക്കാൾ ദൈവം മനുഷ്യനെ പ്രത്യാശ വെക്കും. മനുഷ്യന്റെ പ്രത്യാശയുടെ ഇടയ്ക്ക് നിരാശയുടെ ഇരുട്ട് വിശ്വാസത്തിലേക്ക് ചിലപ്പോൾ പ്രവേശിക്കാം. പക്ഷെ ദൈവം മനുഷ്യനിൽ ഇപ്പോഴും വിശ്വസിക്കുന്നു. എന്താണ് വിശ്വാസം? ഫലം കായ്ക്കുന്നൊരു വിശ്വാസം മാത്രമാണ്. ഭൂമിയെ നിഷ്ഫലമാക്കുന്ന എന്നെ, ഒരിക്കലും ഫലം കൊടുക്കാത്ത എന്നെ, ഒരിക്കലും ജീവിതത്തിൽ നന്മയുടെ സാധ്യതകൾ പോലും പ്രകടിപ്പിക്കാത്ത എന്നെ ഈ മുന്തിരിത്തോട്ടത്തിന്റെ നടുക്ക് ഒരത്തിവൃക്ഷമായി വളർന്നു നിൽക്കാൻ ദൈവം അനുവദിച്ചിരിക്കുന്നത് ഈ സംവത്സരവും അടുത്ത സംവത്സരവും ഫലം കൊടുത്തില്ലെങ്കിലും എപ്പോഴെങ്കിലും തോട്ടക്കാരൻ കിളച്ച് വളമിട്ട് കാത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സംവത്സരത്തിൽ നമ്മിലൊരു ഫലമുണ്ടാകുമെന്ന ഏക പ്രതീക്ഷ കൊണ്ടാണ്. ഇന്ത്യയിൽ അവസാനമുണ്ടായ വിമാന ദുരന്തത്തിൽ നമ്മളെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരേ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. കുറച്ചുകൂടെ മുന്നോട്ട് പോയി ആളെ വിശുദ്ധനായി പ്രഖ്യാപിക്കുമെന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ. കാരണം മനുഷ്യന്റെ ചിന്താഗതി ആ ഫ്ലൈറ്റിൽ പറന്ന ബാക്കി എല്ലാവരെക്കാളും വിശുദ്ധൻ ആ മനുഷ്യനായിരുന്നു എന്നായിരിക്കാം. അത്തരം നിലനിൽപ്പുകൾക്കും അത്തരം ചിന്തകൾക്കൊന്നും ദൈവവചനത്തിലും വേദപുസ്തകത്തിലും യാതൊരു അടിസ്ഥാനമില്ലെന്ന് അസന്നിഗ്ധമായി വേദപുസ്തകം പ്രഖ്യാപിക്കുന്നുണ്ട്. ഒരു വണ്ടി അപകടത്തിൽ നിന്ന് 60 പേരും മരിച്ച് 61ാമത്തെ എന്നെ രക്ഷിക്കുമ്പോൾ രക്ഷയുടെ തുടർ ജീവിതത്തിൽ എനിക്ക് ദൈവസന്നിധി കൃതജ്ഞതയുണ്ടാവാം. പക്ഷേ 60 പേർ പാപികളായി 61ാമത്തെ വിശുദ്ധനായ എന്നെ രക്ഷിച്ചു എന്ന് എനിക്ക് തോന്നുന്നിടത്ത് നിന്ന് എൻ്റെ വീഴ്ചയും എൻ്റെ പതനവും പൂർണ്ണമാകുകയാണ്. പ്രിയപ്പെട്ടവരെ, 2025, 24, 23 ഒക്കെ ദുരന്തങ്ങളുടെ വലിയ നേർച്ചാഴ്ചകൾ കണ്ട് അതിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം നമ്മൾ കണ്ടുമുട്ടി. എന്നിട്ട് നമ്മൾ നിൽക്കുകയാണ്.
ഞായറാഴ്ച പള്ളിയിൽ പോയി കൃത്യമായി പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. കഴിഞ്ഞ 50 നോമ്പ് കൃത്യമായിട്ട് എടുത്തത് കൊണ്ടാണ്. ദാനധർമ്മം കൃത്യമായി നാട്ടുകാരെല്ലാം അറിഞ്ഞ് ചെയ്തത് കൊണ്ടാണ്. ഒന്നുമല്ല. ഫലമുണ്ടായിട്ട് നിർത്തിയതല്ല, ഫലമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നിർത്തിയതാണ്. കാത്തിരിക്കുകയാണ്. വേദപുസ്തകം മുഴുവൻ വായിച്ചാൽ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം കാത്തിരിപ്പിന്റെ മുഖമാണ്. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവത്തിന്റെ കണ്ണുകളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ സൂക്ഷിച്ചു നോക്കിയാൽ ഏറ്റവും അധികമായി ചിന്തിക്കാനും കാണാനും പറ്റുക. മാനസാന്തരം, മനസ്സിനെ മാറ്റമുണ്ടാവുക, ചിന്താഗതിയിൽ മാറ്റം ഉണ്ടാവുക, കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടാവുക. ഫലമുണ്ടാകണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലുമൊക്കെ അതിൻ്റെ ആഴത്തിൽ നാം വായിക്കുന്നുണ്ട്. അവനോട് ചേർന്ന് നിന്നാൽ, അവനെന്ന തായിത്തടിയോട് ചേർന്ന് വസിച്ചാൽ ഫലമുണ്ടാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യോഹന്നാൻ പ്രസംഗം ആരംഭിക്കുമ്പോൾ സർപ്പസന്തതികളെ വരുവാനുള്ള ശിക്ഷാവിധിയിൽ നിന്ന് അകന്നിരിപ്പാൻ മാനസാന്തരപ്പെടണമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം ആരംഭിക്കുന്നത്. വൃക്ഷങ്ങളുടെ കടക്കൽ കോടാലി വെക്കപ്പെട്ടിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെ വെട്ടി തീയിലേക്കെറിയുന്ന കാലം സമാഗതമായി എന്നാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. 2026 ഫലദായകമായി തീരുക. ഒരു കൊച്ചു വാക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്: ദൈവത്തിൻ്റെ വിശുദ്ധി. ഈ 2026 നമുക്കെത്ര വിശുദ്ധരായി ജീവിക്കാൻ പറ്റും? വിശുദ്ധരായി ജീവിച്ചാലേ ഫലം പുറപ്പെടുവിക്കാൻ പറ്റുകയുള്ളൂ. അശുദ്ധമായി ഒന്നിൽ നിന്ന്, കൈപ്പുറവിയിൽ നിന്ന് എപ്പോഴും കയ്പുള്ള വെള്ളം മാത്രമേ വെളിയിലേക്ക് പ്രവഹിക്കുകയുള്ളൂ. അസൂയ, ഏഷണി, അതിമോഹം, ജഡീകാസക്തികൾ, അമിതമായ ജീവിതത്തിന്റെ കാമനകൾ എല്ലാം കയ്പ് വെള്ളത്തിന്റെ ഉറവയിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളാണ്. ഉറവയിലേക്ക് മടങ്ങിപ്പോവുകയും ശുദ്ധീകരിക്കുകയും അവിടെ മുതൽ നിർമ്മലരായി തീരാനുമുള്ള ഒരാഹ്വാനമാവണം ആത്മീയത നമുക്ക് നൽകേണ്ടത്. എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം: ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ പറ്റില്ല. ശുദ്ധീകരിക്കപ്പെടുക. ഇടവകയായി, സഭയായി, കുടുംബമായി, വ്യക്തിപരമായി നമ്മുടെ ജീവിതം ദൈവിക വിശുദ്ധിക്ക് വേണ്ടി അർപ്പിച്ചാൽ മാത്രമേ ദൈവികമായ സൽഫലങ്ങളെ പ്രാപിപ്പാനായിട്ട് നമുക്കിടയാകുകയുള്ളൂ. തെസ്സലോനിക്ക ലേഖനം 1-ാം ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു: ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അത്തിവൃക്ഷത്തിൽ ഫലമുണ്ടാക്കണമെങ്കിൽ, അത്തിവൃക്ഷം ദൈവത്തിന് പ്രതീക്ഷ നൽകുന്ന വൃക്ഷമായി മാറണമെങ്കിൽ, ഭൂമിയെ നിഷ്ഫലമാക്കി 70, 90, 100 അതിലേറെ വർഷമോ ഈ ഭൂമിയിൽ ഇങ്ങനെ പടർന്നു പന്തലിച്ച് വലുതായിട്ട് എന്ത് ഗുണം? പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ദീർഘായുസ്സുണ്ട് എന്നൊരാൾ പറയുന്നു. 110, 120 വർഷം അതിൻ്റെ അടിയിൽ ഒരു ചെറിയ സസ്യത്തെ പോലും, ഒരു ചെറു വൃക്ഷത്തിന്റെ ചെറിയൊരു വിത്തിന് പോലും വളരാൻ സാധ്യതയില്ലാതെ 120 വർഷക്കാലം ഭൂമിയിൽ ഒന്നിനും ഫലം കൊടുക്കാതെ
ഒന്നിനും വളരാൻ സാധ്യതയില്ലാതെ 100 വർഷക്കാലം ഒരാൾ ഭൂമിയിൽ പടർന്നു പന്തലിച്ച് വലുതായി നിന്ന് ഒരു ഫലം പോലും പുറപ്പെടുവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് മറഞ്ഞു പോയിട്ട് എന്താണ് പ്രയോജനം? പരിമല തിരുമേനി എത്ര വർഷം ജീവിച്ചു? പാമ്പാടി തിരുമേനി എത്ര വർഷം ജീവിച്ചു? കൊടുത്ത ഫലം എത്ര വലുതായിരുന്നു? അതിനേക്കാൾ എത്രയോ വർഷങ്ങൾ ജീവിച്ച അധികാരികന്മാരുടെ ചരിത്ര പുസ്തകത്തെ നാം വായിച്ചിട്ടുണ്ട്. എത്ര വർഷം നിലനിന്നു എന്നതിനേക്കാൾ നിലനിന്ന വർഷങ്ങളിലെല്ലാം ദൈവത്തിന് അനുയോജ്യമായ ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറുക. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഗ്യാസ് അടുപ്പ് കണ്ടുപിടിക്കാത്ത കാലയളവിൽ നമ്മുടെ അമ്മമാർ അടുപ്പിലിങ്ങനെ വിറകുകൾ ചേർത്ത് വെച്ച് തീ കൊളുത്തി തീ കത്തിക്കായിരുന്നല്ല. തീക്കനലോട് ചേർത്ത് എപ്പോൾ വിറക് വെച്ചാലും ഇത് കത്തി തീക്കട്ടയായി ജ്വലിച്ച് നിൽക്കും. പക്ഷെ അടുപ്പിൽ നിന്ന് ആ തീക്കട്ടയെ വെളിയിലേക്ക് എടുത്തു തുടങ്ങി ഒരല്പസമയം കഴിയുമ്പോൾ അതിൽ ചാരം ചൂടും. പിന്നീട് അതൊരു കരിക്കട്ടയായി മാറും. ഇത്തിരി മുമ്പ് വരെ തീയിൽ ജ്വലിച്ചിരുന്ന ഒരു കനൽക്കട്ട അടുപ്പിലെ തീയുടെ സംസർഗത്തിൽ നിന്ന് മാറ്റി തുറസായ ഒരു സ്ഥലത്ത് സ്വതന്ത്രമായി വെക്കുമ്പോൾ അത് കരിക്കട്ടയായിട്ട് മാറും. അതിൻ്റെ നിറം മാറും, അതിലെ ചൂട് ഇല്ലാതാകും. എന്നാൽ ഇച്ചിരി കഴിഞ്ഞിട്ട് ആ കരിക്കട്ട വീണ്ടും എടുത്ത് അടുപ്പിലേക്ക് വെച്ചാൽ അത് പിന്നെയും തീക്കട്ടയായിട്ട് മാറും. ദൈവത്തിൽ നിന്ന് അകലും തോറും, ദൈവത്തിൽ നിന്ന് അടർത്തി മാറും തോറും, ദൈവത്തിൽ നിന്ന് അകന്നു പോകും തോറും ജ്വലിക്കേണ്ട ജീവിതങ്ങളെല്ലാം കരിക്കട്ടയായിട്ട് പോകും. എപ്പോഴെങ്കിലും അകന്നു പോയെങ്കിൽ ജ്വലിച്ചുകൊണ്ടിരുന്ന നീ ഒരു കരിക്കട്ടയുടെ ഭാവത്തിലേക്ക് മാറ്റപ്പെട്ട് തണുത്തു തുടങ്ങിയെങ്കിൽ ദൈവമെന്ന നെരിപ്പോടിലേക്ക്, അവൻ്റെ അരികിലേക്ക് നിന്നെ ചേർത്ത് വെച്ച് വീണ്ടും ജ്വലിപ്പിക്കുക എന്നതാണ് പ്രധാനം. 2026 ഈ ഉപമയിൽ നിന്ന് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇതാണ്. ദൈവം നിന്നെ ഏറ്റവും മഹത്വമുള്ളയിടത്ത്, ഏറ്റവും സുപ്രധാനമായ ഇടത്ത്, എവിടെയാണോ നീ നിൽക്കാൻ ഏറ്റവും അനുയോജ്യമായത് ആ മണ്ണിൽ നിന്നെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്നെ പരിരക്ഷിക്കാൻ നിനക്ക് തോട്ടക്കാരനെ തന്നിട്ടുണ്ട്. അവിടെ നിനക്ക് വളരാൻ ജലവും വളവും തന്നിട്ടുണ്ട്. എല്ലാം ദൈവം തന്നാക്കി വെച്ചിട്ടുണ്ട്. ദൈവം നിന്നെ വളർത്തിയിട്ടുണ്ട്. ഇല്ലാതെ പോകുന്നത് ഫലം മാത്രമാണ്. അതില്ലെന്നറിയാം. അതുകൊണ്ട് നന്നായിട്ട് കിളയ്ക്കും. നമ്മൾ സാധാരണ പറയാറില്ലേ, നീ എനിക്കിട്ട് കിളച്ചിട്ട് പോവാണോ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പണി എനിക്ക് വെച്ചിട്ട് പോയെന്നുള്ള അർത്ഥത്തിൽ മനുഷ്യർ പറയുന്നതാ. ദൈവം ഒന്ന് കിളയ്ക്കും. ചില വേരുപെട്ടലൊക്കെ ഉണ്ടായേക്കാം, പക്ഷെ മാറ്റം ഉണ്ടാവും. കിളയ്ക്കാൻ വിട്ടുകൊടുക്കൂ. മനുഷ്യനോട് പറയാ നീ എന്നെ കിളയ്ക്കരുതെന്ന്. പക്ഷെ ദൈവത്തോട് പറ ഈ പാഴ്മരത്തിന് ചുവട്ടിൽ ഒന്ന് കിളച്ചു തരാൻ. ദൈവമേ, 2026 എൻ്റെ ജീവിതയാത്രയിൽ ഭൂമിയെ നിഷ്ഫലമായി, കുടുംബത്തിന് നിഷ്ഫലമായി, സഭയ്ക്ക് നിഷ്ഫലമായി, ജീവിത ബന്ധങ്ങളെ നിഷ്ഫലമായി, ഒരു പാഴ്മരമായി, ഒരു മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ പാഴ്വൃക്ഷത്തിന്റെ ചുവട്ടിൽ നീ ഒന്ന് കിളച്ചു തരാൻ പ്രാർത്ഥിക്കുക. എൻ്റെ പരിസരം ഒന്നിളക്കിത്തരാൻ, എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ്
ദൈവത്തിലേക്ക് മടങ്ങി വന്ന് ദൈവത്തോടൊന്ന് പറയുക. എത്ര കാലമായി നിൽക്കുന്നു, എനിക്ക് തന്നെ മനോദുഃഖമുണ്ട് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഉപമ അവിടെ അവസാനിച്ചു. എങ്കിലും ആ തോട്ടക്കാരൻ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പിന്നെയും ചെന്ന് കാണും. ഞാൻ എന്തെല്ലാം സ്വപ്നം കണ്ടിട്ടാണ് നിന്നെ മറ്റെങ്ങും നടാതെ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിൽ തന്നെ നട്ടെ. ഞാൻ എന്ത് പ്രതീക്ഷയോടെയാണ് നിനക്ക് വെള്ളം ഒഴിച്ചേ. ഞാൻ എന്ത് സ്വപ്നം കണ്ടിട്ടാ വളം ചുമന്ന് നിന്റെ ചുവട്ടിലെത്തിയേ. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ നിന്റെ ചുവട് കുളച്ച് നിനക്ക് വളരാൻ നിന്നെ പാകമാക്കിയേ. ഞാൻ യജമാനനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ കോപത്തിലാണ്, അവൻ ദുഃഖത്തിലാണ്. 1 വർഷമല്ല 3 വർഷം അവൻ നിന്നെ തേടി വന്നതാ. അവൻ വല്ലാതെ നിന്നെക്കുറിച്ച് ഭാരപ്പെട്ട് വെട്ടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് കിളയ്ക്കാമെന്ന്, ഞാൻ പറഞ്ഞിട്ടുണ്ട് വളമിടാമെന്ന്. നീ കായ്ക്കണം. ആ തോട്ടക്കാരൻ ഇന്ന് പുതുപ്പള്ളിപ്പള്ളിയിൽ വന്നവരോടും പറയാനുള്ളത് അതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു പറഞ്ഞ ഉപമ ഒരവസാനമില്ലാതെ അവിടെ അവസാനിക്കുമ്പോൾ 2000 പിന്നെ 25 വർഷങ്ങളും പിന്നിട്ട് ഈ ഉപമ ഒരുപക്ഷെ നമ്മോട് സംസാരിക്കുന്നത് ഇതാണ്. യജമാനൻ പറഞ്ഞതാ വെട്ടാൻ. ഞാൻ പറഞ്ഞു വെട്ടരുതെന്ന്. ഞാൻ കിളയ്ക്കുവാണ്. എനിക്കിപ്പോൾ കിളയ്ക്കാൻ പഴയ പോലെ ആരോഗ്യമില്ല. പക്ഷെ നിന്നെ വെട്ടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കിളയ്ക്കുകയാണ്, ഞാൻ വളമിടുവാണ്. അടുത്ത വർഷം യജമാനൻ വരും. 3 വർഷവും കൺതടങ്ങൾ നനഞ്ഞാണ് അവൻ തിരികെ പോയത്. അടുത്ത വർഷം നീ ഫലദായകമായി നിൽക്കണം. പ്രിയപ്പെട്ടവരെ, 2026 അവസാനിക്കും. ഇന്ന് ആദ്യ വെള്ളിയാഴ്ചയാണ്, ഈ വർഷത്തിലെ ആദ്യ വെള്ളിയാഴ്ച. ദൈവമേ, മറന്നുപോകാതെ ഞാനെന്ന് ഈ അത്തിവൃക്ഷത്തിന്റെ ചുവട്ടി വരണേ. എന്റെ ചുവടുകൾ കിളച്ചു തന്ന് എന്റെ വേരോട്ടം വർദ്ധിപ്പിക്കണമേ. എന്റെ ചില്ലകൾ തഴയ്ക്കണമേ. പൂവും കായുമായി എൻ്റെ ജീവിതത്തെ സഫലമാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ, ഞാനൊരു അത്തിവൃക്ഷം, മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിൽ വളരെ പ്രതീക്ഷയോടെ നീ നട്ട അത്തിവൃക്ഷം വളർന്നു, വലുതായി, കൊമ്പുകളും ചില്ലുകളും തന്നു, വേരുകൾ ആഴത്തിൽ മണ്ണിലിറക്കി, ആവോളം ആഗ്രഹിച്ചു, ജീവിതത്തിൻ്റെ നന്മകളെല്ലാം സ്വീകരിച്ചു. അവസാനം നീ എത്തിയിട്ട് ഫലമില്ലാതെ നിരാശനായി മടങ്ങുന്നു. തോട്ടക്കാരനോട് വെട്ടിക്കളയാൻ ആജ്ഞാപിക്കുന്നു. അതേ ദൈവമേ, ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കാൻ ഞാൻ അർഹനല്ല, എനിക്കൊരു യോഗ്യതയുമില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞാൻ തന്ന ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, നിന്റെ കരുണയുടെ ആശ്രയത്തിലാണ്. എൻ്റെ തോട്ടക്കാരൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥ യാചിച്ചു. അവൻ്റെ അവസാന തുള്ളി രക്തം എൻ്റെ ഫലത്തിനു വേണ്ടി അവൻ അർപ്പിച്ചു. അവൻ്റെ അവസാന തുള്ളി കുരിശിലെ രക്തവും എൻ്റെ ആത്മീയ ഫലത്തിനു വേണ്ടി അവൻ അർപ്പിച്ചു. ഈ അത്തി പൂക്കാനും ഈ അത്തിയിൽ ഫലമിടാനും ആത്മീക സുഹൃതത്തിൻ്റെ നന്മകളുടെ ഫലം നിന്റെ മുമ്പിൽ, നിന്റെ ദേവാലയത്തിൽ, നിന്റെ സന്നിധാനത്തിൽ കാഴ്ചവെച്ച് കണ്ണുകൾ അടയ്ക്കാനും ഭാഗ്യം തരണേ.
മരണത്തിൻ്റെ കാലൊച്ച അടുത്തെത്തും മുമ്പ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരാൻ എൻ്റെ വഴിത്താരയിൽ ഞാൻ ഇറങ്ങിപ്പോന്നതും കണ്ട് കണ്ണു നനഞ്ഞ് ഹൃദയം തകർന്നിരിക്കുന്ന അപ്പൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടുത്താതെ മാനസാന്തരത്തോടെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങാൻ അനുഗ്രഹിക്കണേ. ഗലീലക്കാരുടെ രക്തം പാപികളായതുകൊണ്ടല്ല, ശീലോഗോമിലെ ഗോപുരം വീണ 18 പേർ എന്നേക്കാൾ പാപികളായതുകൊണ്ടല്ല. ഞാൻ അവശേഷിക്കുന്നത് ദൈവകരുണയിലാണ്. എന്നെ ദൈവം നിർത്തിയത് മാനസാന്തരത്തിൻ്റെ ഫലത്തിനാണ്. ഈ പുതുവർഷം അനുഗ്രഹിക്കപ്പെട്ട വർഷമാവാൻ, ദൈവിക ഫലത്തിൻ്റെ വർഷമാവാൻ ദൈവം സഹായിക്കണേ. ഈ ദേവാലയത്തിൽ ഈ വചനത്തിലും പ്രാർത്ഥനയിലും പങ്കുചേർന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഗീവർഗീസകതായുടെ പ്രത്യേക മധ്യസ്ഥതയാൽ അനേകർക്ക് ആശ്വാസ കേന്ദ്രമായ, സൗഖ്യ കേന്ദ്രമായ ഈ ആലയത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ശുശ്രൂഷിക്കുന്ന വൈദികരെ, ഇതുമായി ആത്മീകമായി ആരാധനയർപ്പിക്കുന്നവരെ, നേർച്ച കാഴ്ചകളോടെ ഇതിലേക്ക് വരുന്നവരെ ദൈവം അനുഗ്രഹിക്കണമേ. സർവ്വതും ഞങ്ങൾക്ക് നന്മയ്ക്കായി പരിണമിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ